ഇന്ന് ഒരു ബ്രൈഡൽ ഷവർ പാർട്ടിയുടെ ലാസ്റ്റ് മിനിറ്റ് ഡെക്കറേഷനാണ് കാണാൻ പോകുന്നത്. ബ്രൈഡൽ ഷവറിൻ്റെ തലേ ദിവസമാണ് ഞാൻ അവിടെ പോകുന്നത്. അവിടെ അതിൻ്റെ അക്സസറീസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ബ്രൈഡ് ടു ബി എന്നുള്ള ബലൂൺ പോലും അവിടെ ഉണ്ടായിരുന്നില്ല. ബഡ്ജറ്റും വളരെ കുറവായിരുന്നു. ഞങ്ങൾ ആദ്യം കർട്ടൻ ചൂസ് ചെയ്യാനാണ് നോക്കിയത്. അപ്പോൾ നമുക്ക് കർട്ടനൊന്നും വാങ്ങേണ്ട അധികം ക്യാഷോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അങ്ങനെ ഞങ്ങളൊരു ബെഡ്ഷീറ്റാണ് കണ്ടത്. ബെഡ്ഷീറ്റ് പിങ്ക് കളറായിരുന്നു. അതുപോലെ തന്നെ അതിൽ നിറയെ പാറ്റേൺസ് ഒക്കെ ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ കർട്ടനായിട്ട് യൂസ് ചെയ്തു. ഞങ്ങൾ സ്റ്റേജിൻ്റെ ലൊക്കേഷൻ ചൂസ് ചെയ്യുന്നത് വിൻഡോയുടെ ഓപ്പോസിറ്റ് സൈഡായിട്ടാണ്. കാരണം അവിടെ ഞങ്ങൾക്ക് നാച്ചുറൽ ലൈറ്റ് കിട്ടും. അങ്ങനെ ഞങ്ങൾ കർട്ടൻ സെറ്റ് ചെയ്തു. അടുത്തത് ബലൂണിൻ്റെ പ്രിപ്പറേഷൻ ആയിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഒരു കാർഡ്ബോർഡ് പീസ് ഉണ്ടെങ്കിൽ അതിൽ കട്ട് ചെയ്തിട്ട് അത് വെച്ച് സ്കെച്ച് എടുത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാമല്ലോ. അതിനേക്കാൾ ഈസിയായിട്ട് ഞങ്ങൾക്കൊരു വഴി കിട്ടി. അത് അടുത്തൊരു വീട്ടിൽ ഒരു ബ്രൈഡ് എന്ന് പറഞ്ഞിട്ടൊരു ബലൂൺ ഉണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെ ഞങ്ങൾ വാങ്ങി. ഞങ്ങൾ ആ ബലൂണിന് ഗോൾഡൻ കളർ സാറ്റൻ തുണിയുടെ മീതെ വെച്ചിട്ട് സ്കെച്ച് ചെയ്തു. കാരണം ഞങ്ങളും അവരും ഫംഗ്ഷൻ സെറ്റ് ചെയ്തിരുന്നത് ഒരേ ദിവസം തന്നെയായിരുന്നു. ഞങ്ങൾ മാർക്ക് ചെയ്ത പോർഷൻസ് എല്ലാം കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തു. ഇതിനകത്ത് സ്റ്റഫ് ചെയ്യാനായിട്ട് ഞങ്ങൾ ആദ്യം യൂസ് ചെയ്തത് പഞ്ഞിയായിരുന്നു. പക്ഷേ അത് തീർന്നപ്പോഴത്തേക്കും സ്പോഞ്ചായി. പിന്നീട് അതും തീർന്നപ്പോൾ പിന്നെ ഞങ്ങൾ ന്യൂസ് പേപ്പറും കൂടെ അതിനകത്ത് കയറ്റി. എന്നിട്ട് അതെല്ലാം കൂടെ സ്റ്റിച്ച് ചെയ്ത് ഞങ്ങൾ സെറ്റ് ചെയ്തു. ഞങ്ങളിത് ഫിക്സ് ചെയ്യാനായിട്ട് ഡബിൾ സൈഡ് ടേപ്പാണ് യൂസ് ചെയ്തത്. അടുത്തതായിട്ട് കുറച്ച് ബലൂൺ ബ്ലോ ചെയ്തിട്ട് അതിൽ ബ്രൈറ്റ് ടു ബീന്നും ഡയമണ്ടും ഇങ്ങനത്തെ കുറച്ച് സിമ്പിൾസൊക്കെ കൊടുത്തിട്ട് ബാക്കിലൊരു സ്റ്റിക്കും കൊടുത്ത് അതിനൊരു ബോട്ടിലേക്ക് ഇട്ടു. അടുത്തതായിട്ട് കുറച്ച് ടിഷ്യൂ പേപ്പർ എടുത്ത് അതൊരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഞങ്ങൾ അതിനത് ഇതിൽ കാണും പോലെ മടക്കി സ്റ്റാപ്ലർ വെച്ച് നടക്ക് പിൻ ചെയ്ത് ഞങ്ങളതിനെ വിരിച്ചെടുത്തപ്പോഴത്തേക്കും ഒരു പൂവിൻ്റെ ഡിസൈൻ കിട്ടി. അതിലേക്ക് ഞങ്ങൾ മജന്ത കളറിൽ കുറച്ച് സ്കെച്ച് എടുത്ത് അതിൻ്റെ പെയിൻറ്റ് സൈഡിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തു. അത് ഞങ്ങൾ കുറേ ഉണ്ടാക്കി കർട്ടനിലിട്ടിരുന്ന സീരിയൽ ബൾബിലേക്ക് ഒട്ടിച്ചു കൊടുത്തു. അടുത്തതായിട്ട് ഒരു A4 ഷീറ്റ് എടുത്ത് ക്ലോത്തിൻ്റെ ഷേപ്പിൽ ഡ്രാ ചെയ്ത് കട്ട് ചെയ്ത് സൈഡിലായിട്ട് മജന്ത കളർ പെയിൻറ്റ് കൊടുത്ത് റോപ്പ് എടുത്ത് സ്റ്റിക്ക് ചെയ്ത് അതിന് ടേബിളിൻ്റെ സൈഡിലായിട്ട് കൊടുത്തു. അടുത്ത് ഞങ്ങൾക്ക് അക്സസറീസ് സെറ്റ് ചെയ്യണമായിരുന്നു. അതിന് വേണ്ടിയിട്ട് ബ്രൈഡ് ടു ബി എന്ന് എഴുതിയ ഒരു ബോ അത്യാവശ്യമാണ്. ആദ്യം ഞങ്ങൾ ഗ്ലിറ്ററിൻ്റെ ഫോം ഷീറ്റിൽ ബ്രൈഡ് ടു ബി എന്ന് എഴുതി അതിനെ കട്ട് ചെയ്ത് ഞങ്ങളതിൽ ഫിക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ അപ്പോഴാണ് ഒരു അബദ്ധം പറ്റിയത്. കാരണം ബ്രൈഡ് ടു ബി എന്ന് എഴുതി അതിൽ ആ ബോയിൽ ഫിക്സ് ചെയ്യുമ്പോൾ ആ ബോയിൽ അത് ഇരിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾക്ക് വേറൊരു ഐഡിയ കിട്ടി. ഒരു നൂൽക്കമ്പി എടുത്ത് അതിൽ ചെറിയ ഒരു ക്ലോത്ത് ചുറ്റിയിട്ട് അതിനെ ഞങ്ങൾ കുറച്ച് മുകളിലൂടെ കൊടുത്ത് അതിൽ ഈ ബ്രൈഡ് ടു ബി എന്നുള്ളതിനെ ഫിക്സ് ചെയ്ത് അങ്ങനെ ആ ബോ റെഡിയാക്കി. അടുത്തത് ബ്രൈഡ് ടു ബി എന്നുള്ള ബാനർ. അതിന് വൈറ്റ് കളർ ക്ലോത്ത് എടുത്ത് അതിന് സാറ്റൻ ക്ലോത്താണ് എടുത്തത്. സാറ്റൻ ക്ലോത്ത് എടുത്ത് അതിന് ജസ്റ്റ് സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് അതിൽ സ്കെച്ച് വെച്ച് ബ്രൈഡ് ടു ബി എന്ന് എഴുതി. ബാനറിൻ്റെ വിഡ്ത്ത് കൂടിയിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു. കർട്ടൻ്റെ രണ്ട് സൈഡിലുമായിട്ട് വൈറ്റ് കളർ ഷാൾ കൊടുത്തിട്ട് ഓറഞ്ചും ഗ്രീനും സീരിയൽ ലൈറ്റും ഇട്ടു. വൈറ്റ് കളർ ഫോം ഷീറ്റിൽ ബ്രൈഡ് ടു ബി എന്ന് എഴുതി അത് കർട്ടനിൽ ഫിക്സ് ചെയ്തു. കാർബോർഡിൻ്റെ റോൾ എടുത്ത് ഗോൾഡൻ കളർ പെയിൻറ്റ് അപ്ലൈ ചെയ്ത് ഫ്ലവറും വെച്ച് അത് ടേബിളിൽ വെച്ചു. കുറേ ബലൂൺസ് ബ്ലോ ചെയ്ത് ടേബിളിൻ്റെ സൈഡിലൊക്കെ വെറുതെ ഇട്ടു. കേക്ക് സെറ്റായി. അത് കഴിഞ്ഞ് അടുത്ത് ആ കപ്പിലിരിക്കുന്നത് ക്രീമാണ്. ക്രീമിൽ ജസ്റ്റ് ബീട്രൂട്ടും ക്യാരറ്റും ഒക്കെയാണ് വെച്ചിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് കളർഫുള്ളാക്കി. അങ്ങനെ നമ്മുടെ സ്റ്റേജ് ഫുള്ളും സെറ്റായി. ഇനി സ്റ്റേജിൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഈ ഡെക്കറേഷൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.